നമസ്കാരം. ഇന്നത്തെ നമ്മുടെ അതിഥി ശ്രീ മണ്ണടി ഹരിയാണ്. ഭാഗവത ആചാര്യനായ ശ്രീ മണ്ണടി ഹരി ഇന്ത്യയിലും ലോകത്തിലുള്ള പല രാജ്യങ്ങളിലും ഭാഗവത സപ്താഹ യജ്ഞങ്ങൾ നടത്തി പ്രശസ്തി ആർജിച്ച ഒരു യജ്ഞാചാര്യനാണ്. 112 ഭാഗവത സപ്താഹങ്ങൾ ഇതുവരെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. 113ാമത്തെ ഭാഗവത സപ്താഹം ന്യൂയോർക്കിൽ നടക്കാൻ പോകുന്നു ഈ ജൂലൈ മാസം അവസാനം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. അതിനുള്ള മാർഗമധ്യേ അദ്ദേഹം വാൻകൂവറിൽ ഇപ്പോൾ നമ്മുടെ ഒപ്പം ഉണ്ട്. അദ്ദേഹവുമായി സംസാരിച്ചിരിക്കാനുള്ള ഒരവസരമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ശ്രീ മണ്ണടി ഹരിയുടെ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ട് എക്കണോമിക്സിലും സംസ്കൃതത്തിലും മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് പല പല യജ്ഞവേദികളിലായിട്ട് പ്രാസംഗികനായും ഒരു കവിയായും യജ്ഞാചാര്യനായും അദ്ദേഹം പ്രവർത്തിച്ചു വരുന്നു. ഇപ്പോൾ കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ അധികം പ്രാസംഗികനായി അദ്ദേഹത്തെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അദ്ദേഹം നമ്മോടൊപ്പം ഉണ്ട്. ശ്രീ മണ്ണടി ഹരി, സ്വാഗതം. നമസ്കാരം. ശ്രീ ഹരിജി, ഈ ഭാഗവത സപ്താഹ യജ്ഞത്തിൽ ആണല്ലോ താങ്കളുടെ പ്രധാനമായ പ്രവർത്തനങ്ങളുള്ളത്. ഈ ഭാഗവതത്തിലേക്ക് എത്തിച്ചേരാനുണ്ടായ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? ചെറുപ്പകാലം പോലെ ഇത് തുടങ്ങിയോ? എന്തായിരുന്നു എൻ്റെ ഒരു പ്രചോദനം? ഞാൻ ജനിച്ചു വളർന്നത് പത്തനംതിട്ട ജില്ലയിലെ മണ്ണടി എന്ന് പറയുന്ന സ്ഥലത്താണ്. മണ്ണടിയിൽ വളരെ പ്രശസ്തമായ ദേവീക്ഷേത്രമുണ്ട്. അത് ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രമാണ്. വെലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർ ആക്രമിക്കാൻ വന്ന സമയത്ത് അഭയം തേടിയ മഹാക്ഷേത്രമാണ്. ആ ക്ഷേത്രത്തിൽ വളരെ ചെറിയ പ്രായം മുതൽക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു മതപാഠശാല നടത്തിയിരുന്നു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള ഏറ്റവും പഴക്കമാർന്ന മതപാഠശാലകളിലൊന്ന്. അവിടെ ഏതാണ്ടൊരു 8 വയസ്സ് 10 വയസ്സൊക്കെയുള്ള സമയം മുതൽക്ക് മതപാഠശാല ക്ലാസ്സിൽ പോകാനുള്ളൊരു ഭാഗ്യമുണ്ടായി. എൻ്റെ അമ്മ തന്നെ ആയിരുന്നു അവിടുത്തെ പ്രധാന ഗുരു. മണ്ണടി പൊന്നമ്മ. അമ്മയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മതപാഠശാല കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ ഭരത വിദ്യാഭവന്റെ അപ്പോൾ അമ്മയുടെ പേര്? അമ്മ മണ്ണടി പൊന്നമ്മ. അമ്മയാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മതപാഠശാല കോർഡിനേറ്ററായിട്ട് വർക്ക് ചെയ്യുന്നത്. വളരെ ചെറിയ പ്രായം മുതൽക്ക് മണ്ണടിയിൽ ആരംഭിച്ച മതപാഠശാലയിൽ സാംസ്കൃത്, വേദങ്ങള്, പുരാണങ്ങള് പഠിക്കാനുള്ളൊരു ഭാഗ്യമുണ്ടായി. പ്ലസ് അന്ന് ഭാരതത്തിലുണ്ടായിരുന്ന പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മഹാപണ്ഡിതന്മാരെ കൊണ്ടുവന്ന് വിശിഷ്ട അവസരങ്ങളിൽ ക്ലാസ്സുകൾ എടുപ്പിക്കുന്നു. അങ്ങനെ ആ ഒരു പഠനത്തിൽ കൂടെ ഞങ്ങൾ ഒരു ടീം ഓഫ് പീപ്പിൾ ആധ്യാത്മികമായ ഗ്രന്ഥങ്ങൾ നല്ലതായിട്ട് മനസ്സിലാക്കുന്ന ഒരു ചെറുപ്പക്കാരുടെ ഒരു കൂട്ടമാണോ? ചെറുപ്പക്കാരായിരുന്നു കൂടുതൽ. എന്നിട്ട് ഇന്ന് ലോകത്തിന്റെ പല ഭാഗത്തും അവിടെ പഠിച്ചിരുന്ന കുട്ടികൾ പോവുകയും അവരൊക്കെ ഉന്നതമായ അവസ്ഥയിലെത്തുകയും ചെയ്യുന്ന വലിയൊരു അനുഭവമുണ്ട്. ഐ ആം ജസ്റ്റ് വൺ അമംഗ് ദം. ആ ഒരു സൗഭാഗ്യം കൂടെയുണ്ട്. അപ്പൊ അങ്ങനെ പോയ കൂട്ടത്തില് പ്രൊഫസർ PR നായർ തവനൂർ, അദ്ദേഹം ദേവസ്വം ബോർഡിന്റെ ധർമ്മപ്രചാരകായിരുന്നു. അദ്ദേഹം വന്ന മണ്ണടിയിൽ ആദ്യത്തെ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞം എനിക്ക് 14-15 വയസ്സുള്ള സമയത്ത് നടത്തും. അന്ന് മുതൽക്കാണ് ശരിക്കും ഭാഗവതത്തിലേക്ക് ആകർഷണമായത്. അത് ക്രമേണ ജീവിതത്തിലെ ഒരു അഭ്യസന വിഷയമായി മാറുകയും ഭാഗവതത്തെ പുരസ്കരിച്ചുകൊണ്ടുള്ള പ്രഭാഷണങ്ങളും അതുമായിട്ട് ബന്ധപ്പെടുന്ന പല സംഗതികളിലും തുടർച്ചയായിട്ട് പങ്കെടുക്കുവാനുള്ള ഒരു സൗഭാഗ്യമുണ്ടായി. അങ്ങനെ മണ്ണടി ഭഗവതിയുടെ തിരുസന്നിധാനത്തിൽ നിന്ന് ആരംഭിച്ച ആധ്യാത്മികമായ ഒരു ജീവിത പശ്ചാത്തലത്തിൽ കൂടെയാണ് ഇങ്ങനെ എത്തിച്ചേർന്നത്. അത് ശരി. ഈ ഭാഗവത സപ്താഹം എന്ന് പറയുമ്പോൾ സാധാരണ നമ്മൾ സംസ്കൃതത്തിലുള്ള വ്യാസ ഭാഗവതത്തിന്റെ ആ ബേസിൽ നടത്തുന്ന സപ്താഹങ്ങളുണ്ട്. പിന്നെ എഴുത്തച്ഛന്റെ ഭാഗവതം ബേസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങ് ഏതിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്? ശ്രീമദ് ഭാഗവതം എന്ന് പറയുമ്പോൾ വ്യാസഭാഗവതം തന്നെ, അതിൽ സംശയമില്ല. 18,000 ശ്ലോകങ്ങളോടെ 12 സ്കന്ധങ്ങളിലായിട്ട് 335 അധ്യായങ്ങളിലായിട്ട് വരുന്ന ബൃഹത്തായ ഘടനയോടുകൂടിയ ശ്രീമദ് ഭാഗവതം. ആ ശ്രീമദ് ഭാഗവതത്തെ പുരസ്കരിച്ച് കേരളത്തിൽ 2 അത്യുത്തമ ഗ്രന്ഥങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒന്ന് ഭാഷാപിതാവായ എഴുത്തച്ഛൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ എഴുതിയ ശ്രീമദ് ഭാഗവതം കിളിപ്പാട്ട്. രണ്ടാമത്തേത് 18,000 ശ്ലോകങ്ങളെ 1034 ശ്ലോകങ്ങളായിട്ട് സംഗ്രഹിച്ച് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഭഗവാന്റെ ഉപാസനയോടുകൂടെ എഴുതിയ അത്യുജ്വലമായ നാരായണീയം. അത് ഉത്തമ സംസ്കൃതത്തിലാണ്. അതെ. ഈ ഭാഗവത ഗ്രന്ഥത്തെ പുരസ്കരിച്ച് വന്നിട്ടുള്ള ഈ 2 കൃതികളിൽ ജനപ്രീതി ആർജിച്ചതും കേവല സാധാരണക്കാരായ ആളുകൾ പോലും എന്നും ഒരു പേജെങ്കിലും വായിക്കുകയും ചെയ്യുന്ന ഗ്രന്ഥം നമുക്കൊക്കെ അറിയാം, കിളിപ്പാട്ട് ഭാഗവത ഗ്രന്ഥം. ഇപ്പൊ കേരളത്തിൽ നടക്കുന്ന മൊത്തം സപ്താഹയജ്ഞങ്ങളിൽ പാരായണം ചെയ്യുന്ന ഗ്രന്ഥങ്ങളുടെ
ഒരു പെർസെൻറ്റേജ് പരിശോധിച്ചാലും ഏതാണ്ട് ഒരു 60% സപ്താഹങ്ങൾക്കും കൂടുതൽ ഉപയോഗിക്കുന്നത് മലയാള ഭാഷയിൽ എഴുതിയിട്ടുണ്ട്. ഞാൻ രണ്ടും സാമാന്യേന പരിചയിച്ചിട്ടുള്ളത് കൊണ്ട് കൂടുതൽ ചെയ്തിട്ടുള്ളത് കിളിപ്പാട്ട് ഭാഗവതം. കാരണം അതാണ് കൂടുതൽ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതും കൂടുതൽ ജനപ്രിയമായി മാറുന്നത്. അങ്ങനെ ഈ കിളിപ്പാട്ട് ഭാഗവതത്തിൻ്റെ ഒരു പ്രാധാന്യം 450 വർഷത്തിൽ കൂടുതൽ മലയാളിയുടെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പ്രാധാന്യം അതിൻ്റെ പരിപൂർണതയിൽ അങ്ങേയറ്റത്തെ ബഹുമാനത്തോടെ ഉൾക്കൊണ്ട് സപ്താഹങ്ങൾക്ക് കൂടുതലായിട്ട് ഉപയോഗിച്ചു വരികയാണ്. ഈ എഴുത്തച്ഛൻ്റെ ഭാഗവതത്തെ പറ്റി പറയുമ്പോൾ ചെറിയൊരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഒരു കാര്യം ഓർമ്മയിൽ വരുന്നത്, അധ്യാത്മ രാമായണത്തിന്റെ മാധുര്യം പലപ്പോഴും എഴുത്തച്ഛന്റെ ഭാഗവതത്തിൽ കാണുന്നില്ല എന്ന് ഒരു അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ എഴുത്തച്ഛന്റെ അല്ല ഈ ഭാഗവത കൃതി എന്നൊരു പക്ഷം കൂടിയുണ്ട്. അപ്പൊ അങ്ങേക്ക് അതിനെ പറ്റി എന്താ അഭിപ്രായം? അത് ഒരു കിരീടം വെച്ച വിട്ടിത്തരം എന്നതിനെ പറ്റി എന്താന്ന് വെച്ചിരുന്നാല്, എഴുത്തച്ഛന്റെ കൃതികൾ എഴുത്തച്ഛന്റെ ആണെങ്കിലും സബ്ജക്റ്റ് മാറുന്നതിനനുസരിച്ച് അതിന്റെ ടേസ്റ്റ് മാറും. സബ്ജക്റ്റ് രാമായണത്തിലെ സിംഗിൾ സബ്ജക്റ്റാ, രാമകഥ മാത്രമേ ഉള്ളൂ. അതേസമയം ഭാഗവതത്തിലേക്ക് വരുമ്പോൾ മൾട്ടിപ്പിൾ സബ്ജക്ട്സാ. അതില് ദശമത്തിൽ വരെ എത്തുന്ന ആ ഭാഗങ്ങളെന്ന് വെച്ചിരുന്നാല്, വിശേഷിച്ചും പഞ്ചമസ്കന്ധം ഭൂഗുണിതം ഒക്കെ എന്ന് വെച്ചിരുന്നാൽ വളരെ മോറോസ് ആയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. അത് ശരിക്കും ഹാർഡ് സബ്ജക്ട്സ് ആണ്, ഡൈവേഴ്സിഫൈഡ് സബ്ജക്ട്സ് ആണ്. അങ്ങനെ വ്യത്യസ്ത സബ്ജക്ട്സ് കൈകാര്യം ചെയ്യുമ്പോൾ കണ്ടിന്യൂറ്റി നഷ്ടപ്പെടുന്നു, അതിനനുസരിച്ച് ഭാഷയുടെ പ്രത്യേകത മാറുന്നു, ഇതൊക്കെ ഉണ്ട്. അതേസമയം വൈകാരിക തലത്തിലും അതെ, വല്ലാത്ത ഇമോഷൻസ് ഒന്നും ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ എത്തുന്നവരില്ല. കാരണം ദശമസ്യ വിശുദ്ധ്യർത്ഥം നവാനാമിഹ വർണ്ണനം എന്നാണ് ആചാര്യന്മാര് തന്നെ പറഞ്ഞു. ദശമത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ പറയുന്നത്. 9 സ്കന്ധങ്ങളും ശരിക്കും ദശമത്തെ അവതരിപ്പിച്ചിട്ട് കൃഷ്ണകഥയെ അവതരിപ്പിക്കാൻ വേണ്ടി ആമുഖം എന്ന മട്ടിലാണ് വരുന്നത്. അപ്പൊ അവിടെ ഒരു ഫ്ലോ കുറവ് കാണും, മാധുര്യ കുറവ് കാണും. പക്ഷേ കൃതി എഴുത്തച്ഛൻ്റെതല്ലാവുന്നില്ല. സബ്ജക്റ്റിന്റെ വ്യത്യസ്തത അനുസരിച്ച് അങ്ങനെ മാറ്റം വരുന്നുണ്ട്. അത് ശരി, ഓക്കെ. എന്തുകൊണ്ട് ഭാഗവതം, എന്തുകൊണ്ട് രാമായണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള യജ്ഞങ്ങൾ നടത്തിയിട്ടില്ല? രാമായണ യജ്ഞങ്ങൾക്ക് 7 ദിവസം വായിച്ചു തീർക്കുവാനുള്ള ടെക്സ്റ്റ് വോളിയം രാമായണത്തിനില്ല. അതുകൊണ്ട് തന്നെ അത് സപ്താഹ രൂപത്തിൽ വായിക്കാൻ വിധിയില്ല. പിന്നെ 7 ദിവസമായിട്ട് സബ്ജക്ട്സ് ഡിവൈഡ് ചെയ്തിട്ട് രാമായണ സപ്താഹം എന്നുള്ള നിലയ്ക്ക് നടത്താമെന്നേ ഉള്ളൂ. പക്ഷേ ഭാഗവതത്തിന്റെ ടെക്സ്റ്റ് വോളിയം ഇറ്റ്സെൽഫ് 7 ദിവസത്തേക്കുള്ളതുണ്ട്. അതുകൊണ്ട് അത് സപ്താഹ രൂപത്തിൽ തന്നെ പാരായണം ചെയ്യപ്പെടുന്നു. പ്ലസ് അങ്ങനെ വരാനുണ്ടായ വേറൊരു കാരണം കൂടെ അതിന്റെ പ്രൈം റീസൺ ആയിട്ടുണ്ട്. അതെന്തെന്ന് വെച്ചാൽ 7 ദിവസം കൊണ്ടാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം ആദ്യമായി ഉപദേശിച്ചത്. അപ്പോൾ ആ സപ്ത എന്ന് പറയുന്ന സങ്കല്പം ഭാഗവതത്തിന്റെ കൂടപ്പറപ്പ. അങ്ങനെ ഒരു സങ്കല്പം രാമായണത്തിനില്ല. അതാണ് ആ പ്രധാന വ്യത്യാസം. രാമായണം പ്രധാനമായിട്ട് ഒരു കഥയും അതിനനുസരിച്ചുള്ള ഉപദേശങ്ങളും ആഖ്യാനങ്ങളുമാണല്ലോ. അത് മാത്രമേ വരുന്നു. അപ്പൊ ഈ ദശമത്തിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് 9 സ്കന്ധങ്ങളും എന്ന് പറഞ്ഞു വെച്ചു. അപ്പൊ അതിനകത്ത് ഈ ഭൂഗോള വർണ്ണന അതുപോലെയുള്ള കുറേയധികം സയന്റിഫിക് ആയിട്ടുള്ള ശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ടല്ലോ. അത് ഇപ്പോഴും റെലവെന്റ് ആയിട്ടുള്ള സംഗതികളാണോ, അതെയോ പഴംപുരാണം എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ ബഹുമാനിച്ച് മാറ്റി വെക്കാനുള്ളതേ ഉള്ളൂ? 100% ശാസ്ത്ര സിദ്ധമായ സത്യങ്ങളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ ഈ ഭാരതീയരായിട്ടുള്ള ആളുകൾക്ക് ഈ ഭൂമിയെ പറ്റിയൊന്നും ബോധമില്ലെന്നും അവര് ഇങ്ങനെ നിരത്തി ഇങ്ങനെ വെച്ചിരിക്കുന്ന എന്തോ ഒരു സ്ട്രക്ചറാണ് ഭൂമിയെന്നും ഒക്കെ സങ്കല്പിച്ചിരിക്കുന്ന വിഡ്ഢികളാണെന്ന് അടുത്ത കാലം വരെ പാശ്ചാത്യർ പറഞ്ഞു വെച്ചിരുന്നു. അതേസമയം പഞ്ചമസ്കന്ധം ഭൂഗുണിതം നമ്മൾ അങ്ങോട്ട് വായിച്ചു കഴിഞ്ഞിരുന്നാൽ ഭൂഗോളം തന്നെയാണ്. ഗോളാകാര പൃഥ്വി എന്നുള്ള സങ്കല്പം തന്നെ അവിടുത്തെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നു. എന്നിട്ട് അസ്മിന്നേവ വർഷേ പുരുഷേർലബ്ധ ജന്മഭി ശുക്ലലോഹിത കൃഷ്ണവർണ്ണന സ്വാരഥേന കർമ്മണ ദിവ്യമാനുഷ നാരകഗതയോ ബഹുവ ആത്മന. ഞാൻ ആ ടെക്സ്റ്റ് മൊത്തം പറയുന്നില്ല, ലോങ്ങർ ടെക്സ്റ്റാണ്. അവിടെ അങ്ങോട്ട് വിശദീകരിച്ചിട്ട് ജംബു ശാൽമല ഉഷപ്ലക്ഷ ക്രൗന്ദ ശാകശ്ച പുഷ്കര ലവണ സുരഘൃതശർക്ഷീരദ്ധിഷു ശുദ്ധകീൽ. ജംബുദ്വീപം, ശാകരദ്വീപം, പുഷ്കരദ്വീപം ഇങ്ങനെ പറഞ്ഞിട്ട് 7 കോണ്ടിനെന്റ്സ് ആയിട്ട് 7 ഭൂഖണ്ഡങ്ങളായിട്ടും ലവണാംബുധി, സുരാംബുധി, ഘൃതാംബുധി, ശർക്കരാംബുധി ഇങ്ങനെ പറഞ്ഞിട്ട് 7